നമ്മളെ കോഴിക്കോട് നിന്ന് ഇവിടെ ട്രെയിനിങ്ങിന് വന്ന് നമ്മളെ സജന ഇങ്ങോട്ട് വാ സജന. കം ഡിയർ സജന സംസാരിക്കുന്നില്ല. എന്ത് പത്തിരിയും കൊണ്ടുവന്ന്? ചട്ടിപ്പത്തിരി കൊണ്ടുവന്ന്. ഈ സജിന ഒരു മഹാത്ഭുത. അങ്ങോട്ട് സജിന ഒരു മഹാത്ഭുത. എത്ര കുട്ടികളുണ്ട് എനിക്ക്? 3 കുട്ടികളുടെ ഉമ്മയാണ്. ഒരു മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടി അല്ലേ? മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. എന്നാലും ഇപ്പോൾ പഠിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, ഇത് വളരെ നല്ല അനുസരണമുള്ളൊരു സ്റ്റുഡൻ്റായിട്ട് ഇവിടെ നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വരുന്നുണ്ട്. താങ്കൾ ഇത്തരം ഒരു കാര്യത്തിൽ പ്രേരിപ്പിച്ചത് എന്താണ്? ഒന്നുമില്ല, പഠിക്കണം എന്ന് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ അവന് ഒത്തത് കുറച്ച് മക്കളൊക്കെ വലുതായതിനു ശേഷം. അതാണ് പഠിക്കാൻ. പിന്നെ മെഡിക്കൽ ഫീൽഡ് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് സഹായിക്കാനും പറ്റുന്ന കാര്യമാണല്ലോ. ഓക്കെ, പഠിക്കാൻ ഒരു സമയം പരിധി. ഇന്ന് 40 വയസ്സായി അല്ലേ? 42 വയസ്സ്. ഓ, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നഴ്സിങ്ങിൻ്റെ GNM കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പഠിക്കാൻ വേണ്ടി റെഡിയാകുക. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ജോലിക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല. നമ്മളെ തലച്ചോറിനെ എന്ന് യങ്ങായി നിലനിർത്താനും പഠനം അത്യാവശ്യമാണ്. നമ്മളെ തലച്ചോറ് എന്ന് യങ്ങായി നിൽക്കും. ഇപ്പോൾ സജിന തന്നെ നോക്ക്, വളരെ യങ്ങായി നിൽക്കുകയാണ്. ഇത് നമ്മൾ ക്യാമറയിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താത്തതുകൊണ്ടാണ്, ഒറിജിനലായിട്ടാണ് കാണിക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി റെഡിയാക്കുക. വീട്ടിലമ്മമാരൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. പഠനം എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഗുഡ് ലക്ക് സജന. ഏതായാലും നീ തന്ന ഭക്ഷണം എന്തായിരുന്നു? ചട്ടിപ്പത്തിരി. കോഴിക്കോടൻ ചട്ടിപ്പത്തിരി ഞങ്ങൾ കഴിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ചട്ടിപ്പത്തിരി തന്നോളൂ. എന്താണ് ഇതേ വീട്ടുമായതിനു ശേഷവും പഠിക്കാൻ വന്ന സജനയെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? എന്താ നല്ലത്?